പെൺകുട്ടി ഇതുപോലെ കാമനോട് പറയുമ്പോൾ എന്നെ ബാഡ് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിലൊരു ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇയാളെ കൊല്ലണം എന്നുള്ളൊരു വാശി ആ കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടി തന്നെയാണ് കാമനോട് ഇയാളെ കൊല്ലണമെന്നും വീട്ടിൽ നിന്നും ഈ സ്വർണ്ണം എടുക്കാമെന്നും പറയുന്നത്. ഈ 17-ാം തീയതി ഇന്നലെ രാവിലെയാണ് പോലീസിന് ഇങ്ങനൊരു ഒരാൾ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. അപ്പോൾ പ്രഥമദൃഷ്ട തന്നെ ഇതൊരു കൊലപാതകം എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മറ്റു ക്ലൂസ് ഒന്നും ഇതിനെ പറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പോലീസ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത്. വിവിധ ടീമുകളായിട്ട് ഫോം ചെയ്തിട്ട് വേരിയസ് ആംഗിളിൽ ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം നടത്തുകയുണ്ടായി. അപ്പോൾ വേരിയസ് ആംഗിൾ എന്ന് വെച്ചാൽ ഈ കൊല്ലപ്പെട്ട ആളുടെ ആക്ച്വലി ബോഡി കാണുമ്പോൾ കൈയും കാലുകളും തുണികൾ കൊണ്ട് ബന്ധിച്ച നിലയിലാണ് ബോഡി കാണപ്പെട്ടത്. തുടർന്ന് കൊലപാതകം എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തുകയും ഈ അടുത്ത ബന്ധുക്കളാണോ മറ്റ് പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ചെയ്താണോ എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഇതിൽ നടത്തിയത്. അപ്പോൾ ആദ്യം ഈ കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധുവായ ഒരു പെൺകുട്ടീനെയൊക്കെ നമ്മൾ മൊഴികളെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും മറ്റൊക്കെ കാണുകയുണ്ടായി. അങ്ങനെ പാരലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ആംഗിളിൽ കൂടെ നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഒരു കൊല്ലത്തു നിന്നുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാമുകനും സുഹൃത്തും ആയൊരു യുവാവും അയാളുടെ സുഹൃത്തുക്കളും കൂടി ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രൈം ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിൽ നടത്തുകയുണ്ടായി. അപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പോലീസിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഏകദേശം 15-ാം തീയതി വൈകിട്ട് സാറ്റർഡേ ഈവനിങ്ങോടുകൂടിയാണ് അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാമെന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിൻ്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പൈസയും സ്വർണവും അപഹരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ 15-ാം തീയതി വൈകിട്ട് ഇവിടെ വീട്ടിലെത്തുകയും തുടർന്ന് വീടിനുള്ളിലോട്ട് അവിടെ പിറകിലൊരു വെൻറ്റിലേറ്ററുണ്ട്, വെൻറ്റിലേഷൻ്റെ ഒരു സ്പേസ് ഉണ്ട്, അതിൽ കൂടെയാണ് അകത്തോട്ട് കയറുന്നതും പിന്നെ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാകുകയും ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൊലപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉടനെ തന്നെ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ ബോയ് ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ നിന്ന് ആ ഗോൾഡ് ഓർണമെൻറ്റ്സും മറ്റുമൊക്കെ മോഷണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതും ഈ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തതായിട്ട് മനസ്സിലായിട്ടുള്ളത്. ആ നഷ്ടപ്പെട്ട് മോഷണം ചെയ്ത് കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ ഇന്ന് പുലർച്ചയോടെ പോലീസ് ഈ ആൾക്കാരെ കണ്ടെത്തുകയും അതിനുശേഷം ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണങ്ങളെല്ലാം റിക്കവറി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 15-ന് രാത്രി തന്നെയാണ് സംഭവിച്ചത് മനസ്സിലാവുന്നത്. അന്ന് അതായത് 16-ന് പുലർച്ചെ 15 നൈറ്റ് ആ ഒരു ടൈമിലാണ് ആ സമയത്ത് തന്നെയാണ് മരണം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം സ്മോദറിംഗ് ആണ് മരണകാരണമായിട്ട് മനസ്സിലാവുന്നത്. അല്ല, റിവെഞ്ച് സ്റ്റോറി എന്ന് അങ്ങനെയല്ല പറഞ്ഞത്. അതായത് പെൺകുട്ടി ഇതുപോലെ കാമനോട് പറയുമ്പോൾ എന്നെ ബാഡ് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിലൊരു ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇയാളെ കൊല്ലണം എന്നുള്ളൊരു വാശി ആ കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അന്വേഷണത്തിൽ വെരിഫൈ ചെയ്തുകൊണ്ട് വരികയാണ്. പെൺകുട്ടി തന്നെയാണ് കാമനോട് ഇയാളെ കൊല്ലണമെന്നും വീട്ടിൽ നിന്നും ഈ സ്വർണ്ണം എടുക്കാമെന്നും പറയുന്നത്. ഇപ്പോൾ അത് 4.5 ഗ്രാംസ് അല്ലേ, 4.5 ഗ്രാംസിൻ്റെ സ്വർണ്ണം നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ക്യാഷ് അല്ല, ഗോൾഡാണ് ഇപ്പോൾ റിക്കവർ ചെയ്തത്. പവൻ